കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എവിടെ പോയി? അവളിവിടെ അടിച്ചു വരണ്ടെന്നാണല്ലോ പറഞ്ഞേ. മടിച്ച് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുണ്ടാവും എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇതെന്താ ഭൂതോ? ഇവിടെ നിറച്ച് പൊടിയല്ലേ? ആ, ഇവിടെ നിറച്ച് പൊടിയാണ്. നീ ഇവിടെ എന്താ ചെയ്യണേ? ഞാനിവിടെ വൃത്തിയാക്കുന്നു. എന്നിട്ട് ഇവിടേക്ക് വൃത്തികേടായിട്ട് കിടക്കാണല്ലോ. ആഹാ, എന്നാ പിടിച്ചോ, വൃത്തിയാക്കിക്കോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നിങ്ങളുടെ ഈ വീട് അടിച്ചു വരാനും തുടയ്ക്കാനും എന്തിനാണ് എന്നെ വിളിക്കണത്? ഇവിടെ നീയില്ലേ? അല്ലെങ്കിൽ 3 ആൺമക്കളുണ്ടല്ലോ, പങ്കിയാമ്മ ഉണ്ടല്ലോ, വിളിച്ചൂടെ? ഇതൊക്കെ അമ്മോട് ചോദിക്ക്. അമ്മയോട് ചോദിക്ക്. നിന്റെ അമ്മായിമ്മയ്ക്ക് ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ അപ്പൊ വെറ്റയും പാക്കും വെച്ച് വിളിക്കും, കുമാരി ഇങ്ങോട്ട് വാ. എന്നിട്ട് കാര്യപ്പെട്ട കാര്യം എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കുമാരി പോ, ഇവിടെ പാടില്ല, ഇനി ഇങ്ങോട്ട് വരണ്ട, പിന്നെ വിലക്കാ രാജ്ഞിയുടെ. ഇതൊക്കെ മനസ്സിൽ വെച്ചേക്കല്ലേ? ആ, മനസ്സിൽ വെച്ചിട്ടുണ്ട്. കുമാരിജി വിഷമിക്കണ്ട, ഇതൊക്കെ പകരം വീട്ടാൻ ഒരു ദിവസം കിട്ടും. കിട്ടും കിട്ടും. കിട്ടിയ ആദ്യം പകരം വിട്ടണത് നിന്റെ അടുത്തായിരിക്കും. എന്തിന്? നീ കാരണല്ലേ എന്നെ ഇവിടുന്ന് പുറത്താക്കിയത്. ഞാൻ പാവല്ലേ കുമാരിജി? ആ, നീ തീരെ പാവല്ല. എനിക്കിപ്പോ ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോടി? ആ, ചൂടാവില്ലേ കുമാരിജി? കുമാരിച്ചിക്ക് ഇവിടെ വരുന്നോണ്ടേ ചിലരൊക്കെ കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ആരെ കാണാൻ? അല്ല, ഞങ്ങളെയൊക്കെ കാണാലോ. എനിക്ക് നിന്നെ കാണണ്ട, കഴിഞ്ഞില്ലേ? എന്താ അങ്ങനെ? അങ്ങനെ ഇല്ല. ഈ തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് അവരെപ്പ വരാനാണാവോ? എടി, അനന്തേട്ടൻ എന്തോ ഫീൽഡ് വർക്കിന് പോയിരിക്കുക. എന്നിട്ട് ഓഫീസിൽ പോയിട്ട് അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുത്രേ. ഓ ഓ, അനന്തേട്ടന്റെ റൂട്ട് മാപ്പ് ഒക്കെ പഠിച്ചു വെച്ചേക്കല്ലേ? എന്റെ മോളെ ആ പങ്കിയാമ പറഞ്ഞ ഒരു പണിയും ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നുള്ളൂ, എല്ലാം അറിയാം. മനസ്സിലായി. എന്തു മനസ്സിലായി? അല്ല, പങ്കിയാമൻ പറഞ്ഞാന്ന്. പങ്കിയാമൻ പറഞ്ഞാന്നേ. നീ ഇപ്പൊ അവിടെ എന്താ ചെയ്യണ്? ഞാനിവിടെ വെറുതെ ഇങ്ങനെ നിന്ന് നോക്ക അല്ലേ? ഇങ്ങോട്ട് ഇറങ്ങ്. നീ സൂപ്പർവൈസ് ചെയ്തത് മതി, ഇനി ഞാൻ സൂപ്പർവൈസ് ചെയ്യാം. ഞാനല്ലേ ഇത്ര നേരം ഇവിടെ ചെയ്തേ? ഇത്രയും നേരം നീ ഇതിന്റെ ഉള്ളിൽ ഉറങ്ങില്ലായിരുന്നോ? ഞാൻ ഉറങ്ങുന്നല്ലായിരുന്നു. പിന്നെ ഇതിന്റെ ഉള്ളിൽ അടിക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ. നോക്കി ദൂര സ്ഥലം. ഇറങ്ങടി ഇങ്ങോട്ട്. ഇനി ഞാൻ സൂപ്പർവൈസർ, നീ പണിയെടുത്താ മതി. എന്റെ കുമാരിച്ചി ഇങ്ങനെ ഒരു മടിച്ച് ഇറങ്ങടി ഇങ്ങോട്ട്. അല്ല പെണ്ണുങ്ങളെ, നിങ്ങളിവിടെ വർത്താനം പറഞ്ഞു നിൽക്കുക, പണിയൊന്നും ചെയ്യണില്ലേ? ആ, ഈ കുട്ടി ഒന്നും ചെയ്യണില്ല അമ്മ. എടി, അവളൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. എടി, നിന്നൊന്ന് സഹായിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ കുമാരിനെ വിളിച്ചത്. രാജ്ഞി ഭയങ്കര അടവുകളിലാണല്ലോ. ബാ, അങ്ങോട്ട് കയറി വാ. അല്ലടി, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, കുഞ്ഞുങ്ങളൊക്കെ വരണല്ലേ, എന്തെങ്കിലും വെച്ചുണ്ടാക്കണം. അമ്മ, ഞാൻ വരട്ടെ സഹായിക്കാൻ? വേണ്ട വേണ്ട, നീ കുമാരീനെ സഹായിച്ചാ മതി, അടുക്കളയിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. വേഗം നടക്കട്ടെ, നോക്കി നിൽക്കാണ്ട് അവരിപ്പോ വരും. ആ, ഉത്തരവ് രാജ്ഞി. ഒരു ദിവസം നിന്റെ രാജ്ഞി തള്ള എന്റെ കയ്യിൽ കിട്ടും, അന്ന് അവരെ വിധിയാ. അതൊരു ദിവസം കുമാരിച്ചിട്ട് ആയി കിട്ടുമെന്ന് എനിക്ക് അറിയാം. അറിയാമോ? അന്ന് അങ്ങോട്ട് ഇറങ്ങി വാ. എടി, മടിച്ച് ഇങ്ങോട്ട് പോരാൻ അടിച്ചു വരണേ. ഇറങ്ങടി ഇങ്ങോട്ട്. ഇറങ്ങ. ആ പങ്കിയമ്മ, ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഓ ഇല്ല, കൊച്ചച്ഛൻ വന്നിട്ടുണ്ട്. കൊച്ചച്ഛൻ്റെ കൂടെ അമ്മയങ്ങ് പോവും. ആ, അവിടെ കുഞ്ഞമ്മയുടെ വീട്ടിലാക്കാന്ന് പറഞ്ഞിട്ട്. ആ ആ, അപ്പം ശരി. അപ്പം എല്ലാം പറഞ്ഞ പോലെ കേട്ടാ. ആ, ഓക്കെ. കൊച്ചച്ചാ, ഇത് എന്തിരിപ്പാ ഇത്? നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചാലോ? അനന്ത, എന്നോടൊന്നും തോന്നരുത്. ഏയ്, എന്ത് തോന്നാ? എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയിട്ടാ. ഓ, എനിക്കറിയാലോ. പിന്നെ അവിടെ ദേവിക്ക് കഴിയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ പഠിക്കണ്ട. ഓ, അവിടെ പയ്യന അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എന്നാലും നിങ്ങളിങ്ങനെ വിഷമിക്കാതിരിക്കുന്നേ. ഇനി നിങ്ങളുടെ വിഷമം കണ്ട അമ്മ കരയും, പിന്നെ ആകെ സീനായി പോവും.
ദേവികേ, ദേവികേ, ഇറങ്ങാ. കുഞ്ചോ, നിനക്ക് പൊങ്ങോടാ ഇത് ഇന്ന്. ഇവിടെ വെച്ചാൽ മതി, ഇവിടെ വെച്ചാൽ ഞാൻ പോട്ടെ. മടിക്കണ്ട, വാങ്ങിച്ചോ. എന്തായാലും ഇത്രയും നാൾ വാടകയൊന്നും തരാതെ ഞങ്ങളിവിടെ താമസിപ്പിച്ചല്ലോ. കുറേ നാളായിട്ട് താമസിക്കുന്നുണ്ട്, ഇറങ്ങുമ്പോൾ ചെറിയൊരു വിഷമം. അമ്മ എന്തായാലും കൊണ്ട് മോള് പേടിക്കണ്ട, അമ്മേനെ ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിലാക്കിക്കോളാം. കണ്ണനെയൊക്കെ അന്വേഷിച്ച് പറയണം കേട്ടോ. അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. വിളിക്കാം. പോയിട്ട് വരാം. അവൾക്കൊരു ജീവിതം വേണ്ടോള്. മക്കളെ വിളിക്കണേ. ഇറങ്ങാം. ശരി അമ്മേ. ശരി. ശരി, അടക്ക്. ഇതെന്താ വരാത്തെ? ഇത്ര നേരമായി നമ്മള് കാത്തിരിക്കുന്നേ. അവിടെ കാത്തിരിപ്പ് കണ്ടാ തോന്നുന്നു വരന്തന്റെ ഭാര്യ മക്കളോ വരുന്നെന്ന്. അയ്യോ അയ്യോ. അതെ, കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയത് അവളുടെ ഉത്സാഹം. അതെ, അവക്ക് മാത്രല്ല കുഞ്ഞുങ്ങൾ വരുന്നെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്കുണ്ട് ഒരു ഉത്സാഹം. അമ്മ, ഈ വരുന്ന രണ്ടു ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? ഏടാ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അങ്ങനെ അമ്മാവനെ അറിയണേ? അല്ല, അനന്തം പറഞ്ഞല്ലോ. എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോടും പറഞ്ഞില്ല. എന്നോടും പറഞ്ഞില്ലല്ലോ. എന്നോടും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ അമ്മാവനെ അറിയണേ? എന്നോട് കണ്ടമ്മേ, ഈ ആനന്ദേട്ടന് എല്ലാ കാര്യം അമ്മാവന്റെ അടുത്താ പറയാ. അതാ. അല്ലടാ പുണ്യെ, എന്നോടാണല്ലോ അവരെ കൊണ്ടുവരാൻ പറഞ്ഞേ. അപ്പോ ഒരു സ്ത്രീയും പിന്നെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് നിന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ? അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനല്ലേ ഞാൻ അറിഞ്ഞേ. അപ്പൊ ആൺകുട്ടിയും പെൺകുട്ടിയമ്മേ നല്ല രസമായിരിക്കും. നല്ല രസവും. ഷൈന, പെൺകുട്ടീനെ നീ കളിപ്പിച്ചോ, ആൺകുട്ടീനെ ഞാൻ കളിപ്പിച്ചോളാട്ടാ. ഇല്ല, രണ്ടുപേരെ ഞാൻ കളിപ്പിക്കും. രണ്ടുപേരും നമ്മളെയും കളിപ്പിക്കും. നല്ല രസം. എന്റെ വിഷമപ്പ അതല്ല. അല്ല, എന്നോട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞാണല്ലോ. എന്നിട്ട് എനിക്ക് പോവാൻ പറ്റിയില്ലല്ലോ. ഇനി അവന്റെ ചീത്ത ഞാൻ കേൾക്കണ്ടേ എന്നുള്ളതാണ്. അപ്പൊ അമ്മാവന് പോവായിരുന്നില്ലേ? അമ്മാവന് ഇതിനെ കുറ്റി അടിച്ച മാറി ഇവിടെ നിന്നേ. അതിന് അവൻ സമ്മതിക്കണ്ടേ? അല്ല, എന്റെ ജീവിത സാഹചര്യം അതിന് അനുവദിക്കണില്ലല്ലോ പുണ്യം. അതാണ്.
അല്ല ഇതെന്താ എല്ലാരും കല്ലുമക്കായിരിക്കണ പോലെ കിഴക്കോട്ട് നോക്കിയിരിക്കണ? അതെ, അവരെ കാത്തിരിക്കുക. ആരാ? ആ അമ്മയും മക്കളെയും. അതിന് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ പറഞ്ഞത്. അനന്തേട്ടന്റെ ഓഫീസിൽ ഏതോ ഒരു സാധാ സ്റ്റാഫല്ലേ? അന്നൊരു പണിയായി ബൊക്കയും മാലയൊക്കെ ആയിട്ട് താലപ്പൊലിയായിട്ട് ചെന്ന് നിൽക്കെല്ലാം കൂടി. അമ്മാവ അതിന് അതൊന്നും വാങ്ങിയില്ല കേട്ടോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അമ്മാവ. ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴേ ഇവിടെ 2-3 പേര് പ്രായം കഴിഞ്ഞ് കെട്ടാതെ നിൽക്കുന്ന ആണുങ്ങളുള്ള വീടാണ്. നമ്മൾ പരിചയമില്ലാത്ത പെണ്ണുങ്ങളൊക്കെ ഇവിടെ കയറ്റി താമസിപ്പിച്ച് ആകെ കുഴപ്പമാവട്ടെ അമ്മേ. ഓ, നിന്റെ കല്യാണം കഴിഞ്ഞല്ലോ അല്ലേ? ഇനിയിപ്പോ ബാക്കിയുള്ളവരെ സംശയിക്കാമല്ലോ. എടാ അമ്പിളി, എന്റെ ആങ്ങളേനെ എന്റെ മക്കളെ എനിക്ക് വിശ്വാസ. നീ ഒറ്റ ഒരുത്ത മാത്രമാണ് ആ വിശ്വാസം തെറ്റിച്ചത്. നീ നോക്കണ്ടേ? ആ, അമ്മ കാറ് വന്ന്. ആ, വണ്ടി വന്നു. ഇതെന്താ ഇവിടെ പരിപാടി? എന്തിനാ എല്ലാരും കൂടെ പുറത്തിറങ്ങിക്കണേ? ഞാനും അത് തന്നെ പറയായിരുന്നു അനന്തേട്ടാ. എന്തിനാ എല്ലാരും കൂടി പുറത്തിറങ്ങി നിൽക്കണേന്ന്. അപ്പൊ നീ ഇന്ന് പോയില്ലേ? ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. എന്റെ പങ്കാമ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞൂടെ? ഞാൻ അവിടെ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഈ വിളിച്ച് പറയണത്. എന്താ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം? ആനന്ദ ഉണ്ടാണ്ടിരിക്കേ. എന്തുകൊണ്ടാണ് മോളെ, ഞാൻ അനന്ത സാറിന്റെ ഓഫീസിലെ സ്റ്റാഫാ. ഇതെന്റെ മക്കള്. പേരെന്താ? ദേവിക. ഇവരൊക്കെ എല്ലാരും പരിചയപ്പെടാലോ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്താ? ആനന്ദ, ഞാൻ ആനന്ദൻ സാറിന്റെ അമ്മ സീതാലക്ഷ്മി. നമസ്കാരം. ഞാൻ അനന്ത സാറിന്റെ ഫാദർ, അച്ഛനാ ബലരാമൻ. പിന്നെ ഒരു ചെറിയ നോവലിസ്റ്റ് കൂടാ. നമസ്കാരം. ഞാൻ അനന്ത സാറിന്റെ ഇളയ അനിയൻ അമ്പിളി. മാധ്യമപ്രവർത്തനം, വിഷ്വൽ മീഡിയ. ഞാൻ അനന്തൻ സാറിന്റെ അനിയന്റെ ഭാര്യ ഷാഹിന. ഞാൻ അനന്തേട്ടന്റെ അനന്ത സാറിന്റെ അനിയനാ അപ്പുണ്ണി. എന്നാ പിന്നെ അറിയാലോ. അറിയില്ലല്ലോ. ഞാൻ പങ്കാമൻ. നമസ്കാരം. മക്കളുടെ പേരെന്താ? മോന്റെ പേരെന്താ? കൊഞ്ചു. കൊഞ്ചു? അത് മീനിന്റെ പേരല്ലേ? മോളെ പേരെന്താ? മാളു. മാളു, നല്ല പേരാട്ടാ. അമ്മേ, ഇതാണ് വീട്ടിലെ പ്രേതങ്ങള്. പ്രേതങ്ങളോ? അയ്യോ, അതെന്താന്നറിയോ, ഈ മോൻ കിടന്നുറങ്ങാൻ നേരത്തെ ഞാൻ എപ്പോഴും പറയും വെളിയിലെങ്ങും പോവാതിരിക്കാൻ വേണ്ടിട്ടേ എല്ലാ വീട്ടിലും ബാക്കിയുള്ള വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ പ്രേതങ്ങളാകൊണ്ട് പോരുതെന്ന്. അതുകൊണ്ട് അവൻ ഏത് വീട്ടിൽ ചെന്നാലും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രേതം. പുണ്യേട്ടാ, എന്നാ വാ അകത്തോട്ട് കയറാം. ആ ബാഗ് എടുത്ത്. ബാഗ് ഞാൻ എടുക്കേ. എടുക്ക്. വാ മക്കളെ, മോളെ വാ. അയ്യോ, ഇതൊന്നും വേണ്ട. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. അയ്യോ, എന്താ ഇത്? നന്നായി വരും, നന്നായി വരും. വാ വാ മക്കള് വാ. കേറിക്കോളൂ. അതെ പങ്കാമ, ഒന്നുകൂടെ വന്നേ. ഇല്ല, അച്ഛൻ പോയിക്കോ. എന്താണ്? അതെ പങ്കാമ, എനിക്ക് ചെറിയൊരു ഡൗട്ട്. എന്ത് ഡൗട്ട്? ഈ തൽക്കാലം താമസിക്കാൻ വന്നവരെന്തിനാ കാലിലൊക്കെ വീണ? എന്താ ഇവിടെ പരിപാടി? അതെ, അത് ഓരോ കുടുംബത്തെ ഓരോ സംസ്കാരം. അതന്നെ, രണ്ട് ടാർപ്പാളയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടിരല്ല നടക്കുന്നുണ്ട്. ദേവിക, ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഏയ്,
ചേട്ടൻ ഇവിടെയാണോ താമസിക്കുന്നത്? ഇന്ന് മുതല് ഇതാണ് നമ്മുടെ വീട്. അല്ല, ഇതാണോ നമ്മുടെ റൂം? ഇതാ നമ്മുടെ റൂം. ഇഷ്ടപ്പെട്ടില്ലേ? കുഴപ്പമില്ല. അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി നീ ഇവിടെ ഉള്ളവരെല്ലാം പ്രേതെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടി വിട്ടു അമ്മയുടെ കയ്യിന്ന്. അച്ഛൻ എന്താ വരാത്ത? അച്ഛൻ നല്ലടാ അങ്കിള്. സോറി, അങ്കിൾ എന്താ വരാത്ത? അങ്കിള് വരും. വരുമ്പോ ഒന്ന് പറയണേ. അതിന് നീ ഇവിടെ പോവാ? അല്ല, ഉറങ്ങിപ്പോയാലോ? അയ്യോ, ഉറങ്ങിപ്പോയി. വിളിക്കാട്ടോ. മാഡം ഇതാ വെള്ളം. അയ്യോ, മേഡം എന്നൊന്നും വിളിക്കണ്ട, എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി. വെള്ളം കുഞ്ചു മാളു കുടിച്ചോ. ഇരിക്കും മോളെ. വീടൊക്കെ ഇഷ്ടായ മക്കൾക്ക്? ഇഷ്ടായി. കുഞ്ചുവിന് ഇഷ്ടായ? അമ്മമ്മേനെ ഇഷ്ടായ? ഏതമ്മ? ഈ അമ്മമ്മ ഇഷ്ടായി. മോളെ, സർവേ ഓഫീസിൽ എന്തായിട്ടാ ജോലി? സർവേ ഓഫീസില് അനന്തേട്ടൻ അല്ല അനന്തൻ സാർ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? അവനൊന്നും പറഞ്ഞിട്ടില്ല. അവനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? അതുമില്ല. അതായത് ഈ അനന്തൻ സാർ അവിടുത്തെ സർവേ ഓഫീസറാണല്ലോ. അപ്പൊ ഈ അനന്തൻ സാറിന്റെ ജൂനിയറോ അല്ല, ഈ ജൂനിയർ സർവേർ അവിടെ ഉണ്ട്, പുള്ളിയുടെ സബോർഡിനേറ്റ്. അപ്പൊ എന്നാ മോൾക്ക് ഇനി അവിടെ ജോയിൻ ചെയ്യേണ്ടത്? അതിപ്പോ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പിള്ളേരൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ആയിട്ട്. അത് മതി, അത് മതി. ഭയങ്കര ക്ഷീണം യാത്ര ചെയ്ത്. അത് ഇത്രയും ദൂരം ഒറ്റ ഇരിപ്പിരുന്ന് വന്നതല്ലേ, അതിന്റെ ക്ഷീണ. മോളൊരു കാര്യം ചെയ്യും, ഒന്ന് ഫ്രഷ് ആവ്. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എന്തെങ്കിലും എടുക്കാം. മക്കൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? അയ്യോടാ, നൂഡിൽസ് ഇല്ലല്ലോ. അമ്മമ്മ നാളെ ഉണ്ടാക്കി തരാം. കഞ്ഞി കുടിക്കോ? കുടിക്കും. പപ്പടം ഉണ്ടോ? ഓ, പപ്പടം ഉണ്ടാക്കി തരാട്ടാ. മോൾക്ക് എന്താ വേണ്ടേ? എന്തെങ്കിലും മതി. അയ്യോടാ, എന്നാ ശരി മോളെ, ഞാൻ എടുത്ത് വെക്കാം. അങ്ങോട്ട് വായോട്ടാ. ഞാൻ ഷാഹിന. എനിക്കറിയാം. അനന്തൻ സാറിന്റെ അനിയൻ അമ്പിളിക്കുട്ടന്റെ ഭാര്യ. കേട്ടായിരുന്നു. അമ്മ, അവര് റെസ്റ്റ് എടുക്കട്ടെ, നീ ഇങ്ങോട്ട് വാ. വരുന്നേ. എന്നാലേ പിന്നെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ. കുഞ്ചു അവൻ നൂഡിൽസേ കച്ചു. അമ്മേ, ഇതെന്താ ആലോചിച്ച് നിക്കണേ? ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മറന്നുപോയാ? അതല്ലടി, പിന്നെ ഞാൻ ആലോചിക്കായിരുന്നേ, ആ പിള്ളേര് കഞ്ഞി കുടിക്കോ? അവരുടെ വർത്താനം കേട്ടിട്ട് കഞ്ഞി കുടിക്കുന്ന മക്കളായിട്ട് തോന്നിയില്ല. അപ്പൊ അയ്യ നൂഡിൽസിന്റെ കാര്യം പറഞ്ഞു കേട്ടാ നീ. അപ്പൊ ഞാനിപ്പോ ഇനി ദോശ ഉണ്ടാക്കിയാൽ എങ്ങനെയാന്ന് ആലോചിക്കായിരുന്നു. അമ്മ, അത് ദോശ ഉണ്ടാക്കി കൊടുക്ക്, അപ്പോഴല്ലേ അറിയുള്ളൂ. അല്ല, ഇനിയിപ്പോ ഇഷ്ടായില്ലെങ്കിലോ? ഇഷ്ടായില്ലെങ്കിൽ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലോ? അയ്യാ, ചിക്കൻ ബിരിയാണി എന്ത് പറഞ്ഞാലും ചിക്കൻ എളുപ്പം അമ്മേ. അതല്ല, അവര് നോൺ വെജ് കഴിക്കുമല്ലോ എന്ന് എങ്ങനെ അറിയാ? ഞാൻ ഓർത്തില്ല. അതന്നെ പ്രശ്നം. അതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കണത്. ഇനിയിപ്പൊ ദോശ ഉണ്ടാക്കിയിട്ടേ രാത്രി കഞ്ഞി കുടിച്ചോളായിരിക്കും അല്ലേ? അമ്മ ഉണ്ടാക്ക്, നമുക്ക് നോക്കാം. അതെന്ത് പ്രശ്നം എന്നറിയോ? നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കണ ഭക്ഷണം മോശമാണെങ്ങാനും അനന്തന്റെ ഓഫീസിൽ അറിഞ്ഞാലേ ആർക്കാ നാണക്കേട്? അമ്മക്ക് ആണല്ലേ? അതെ. അതുകൊണ്ടേ അമ്മ തന്നെ ഉണ്ടാക്ക്, ക്രെഡിറ്റ് മൊത്തം അമ്മ എടുത്തോ. അയ്യടി മോളെ, നീ ഒരു കാര്യം ചെയ്യേ, ആ തേങ്ങ പൊടിച്ചിട്ട് അവിടെ നിന്ന് ചെലവ് ചട്നിക്കുള്ളത് ഞാൻ ദോശ ഉണ്ടാക്കാം. അതില്ലേ അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ ചട്നി ഉണ്ടാക്ക്, ഞാൻ ദോശ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, ഞാൻ ചട്നി ഉണ്ടാക്കാം, മോള് തേങ്ങ ചെരവിട്ട് വായോ. അങ്ങനെയല്ല, അമ്മ തേങ്ങ ചിരണ്ടി ചട്നി ഉണ്ടാക്കണം, ഞാൻ ദോശ ഉണ്ടാക്കും. വിസ്തരിക്കാൻ നിൽക്കാണ്ട് മര്യാദക്ക് പോയിട്ട് തേങ്ങ ചെരവിക്കോ വെച്ചേ. അതിനെന്തിനാ ഇത്ര ചൂടാവുന്നേ? മര്യാദ പറഞ്ഞാൽ ഞാൻ ചെയ്യൂലേ.
ഇങ്ങനെ ഒരു മടിച്ച് വാ മോളെ കുളിയൊക്കെ കഴിഞ്ഞാ അമ്മായിമ്മയും മരുമോളുടെ വഴക്കായിരുന്നോ? വഴക്കൊന്നല്ല, ഞങ്ങൾ ഇങ്ങനെയാ സ്നേഹിക്കുക. ഞങ്ങളെ വിരുന്നുകാർക്ക് എന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. വിരുന്നുകാര് വരുന്നുണ്ടോ? ചേച്ചിയാ. അയ്യോ എന്നെയോ? ഞാൻ എങ്ങനെയാ അമ്മ വിരുന്നുകാരി ആവുന്നേ? ഞാൻ ഇന്നല്ലേ നാളെ ഇവിടെ അടുക്കള കയറി പെരുമാറേണ്ട ആളല്ലേ. അങ്ങനല്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടേ, ഒരു ദിവസത്തേക്കാണെങ്കിലും നമ്മൾ വേറൊരു വീട്ടിൽ അന്തി ഉറങ്ങാൻ പോയാൽ അവിടെ കണ്ടറിഞ്ഞ് സ്വന്തം വീട് പോലെ ചെയ്യണമെന്ന്. അത് ശരിയാ. ഇവിടെ കൊട്ടിലപ്പാട്ട കാര്യം പറഞ്ഞാലേ ഇവിടെ ഒരു ദിവസത്തേക്കായാലും അതിഥികൾ വന്ന് അവരെ സൽക്കരിച്ച് വിടണം എന്നാണ് തറവാട്ടിലെ കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത്. ആണോ?